അതെ അത് ശരിയാണ്. പേടിയാവണ് ശരിക്കൊരു ചെറുത്. നോക്കട്ടെ അളവ് നോക്കട്ടെ. അവളെ എന്റെ അടുത്തുണ്ടോ സൈസ് നോക്കട്ടെ. ഇങ്ങനെയല്ലേ പഠിക്ക, ഇങ്ങനെയല്ലേടാ പഠിക്ക. അപ്പൊ നമ്മൾ ഇന്നൊരു ഹോട്ട് ഡോഗ് കഴിക്കാൻ വേണ്ടി പോവാണ്. അത് ലച്ചു ഫസ്റ്റ് ടൈമാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ലച്ചു ഇതുവരെ കഴിച്ചിട്ടില്ല, കണ്ടിട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് സിനിമ തിയേറ്ററിൽ. അതായത് ഇത് ഹോട്ട് ഡോഗ് ആണോ എന്നൊന്നും പറഞ്ഞില്ല ചെയ്തിട്ട് എനിക്ക് കൊണ്ടുവന്നൊന്നും ഞാൻ കഴിച്ചു. എനിക്കറിയില്ല, ഞാനൊരു കടിയൊക്കെ പിടിച്ച് ചീസൊക്കെ എന്റെ മൂക്കിന്റെ ഉള്ളില് ഒക്കെ പോയി എനിക്ക് ആകെ എന്തൊക്കെയോ പോലെ. ഞാൻ എന്നിട്ട് ആസ്വദിച്ച് എനിക്കത് കഴിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഇന്ന് ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ഇത്തിരി തരൂലേ? അങ്ങനെ തരുമൊന്നുമില്ല, തരാനൊന്നും പാടൊന്നുമില്ല. അപ്പൊ നമ്മള് കഴിക്കാൻ വേണ്ടി പോണത് എന്റെ വീടിന്റെ അടുത്ത് കലൂരാണ്. അർജുനൻ പി എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്, യൂട്യൂബർ. നമ്മള് അവരെ എല്ലാ വീഡിയോയും കാണും കേട്ടാ. എന്നെക്കാളും കൂടുതൽ ചെയ്തോണ്ടാണ് കാണാറ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പുള്ളി ഒരു ചലഞ്ച് വീഡിയോ വെച്ചിട്ടുണ്ടായി. അപ്പോഴാണ് ചെയ്തോട്ടെ അതിനെപ്പറ്റി കൂടുതൽ ഞങ്ങള് എന്റെ വീടിന്റെ അടുത്തായതുകൊണ്ട് ഒന്ന് നോക്കി അവിടെ എന്തൊക്കെയുണ്ട്. എന്നാലും പറയണല്ലോ. അപ്പൊ അവിടെ ഉണ്ടെന്നാണ് ചെയ്തിട്ട് പറയണത്. അപ്പൊ അത് കഴിക്കാൻ പോവാണ്. എന്താ ചെയ്തിട്ട കടയുടെ പേര്? പിന്നെ എനിക്കറിയില്ല, ഇനി അവിടെ കട അടച്ചിട്ടൊക്കെ ഇരിക്കുവോ, അവർക്ക് ഗ്യാസ് ഉണ്ടാവോ? അതാ ഞാൻ ആലോചിക്കണം. അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് ചെയ്യാങ്ങിപ്പോ പാലാരിവട്ടം ജംഗ്ഷനിലെത്തി. ഇനി നമ്മള് പോവേണ്ട സ്ഥലത്തേക്ക് വെറും 10 മിനിറ്റ് മാത്രം. രസാല്ലേ രാത്രി റൈഡ്. എന്താ പോണ്ടേ? ഇങ്ങോട്ട് കണ്ണിന്റെ എടുത്തോ ബ്രൈറ്റ്നസ് ഇനി കുറക്ക്, ഏറ്റവും കുറക്ക്. അയ്യോ എന്താ അത്? ഇതെന്താണ്? എന്ത് രസാ. അതെ അത് ശരിയാണ്. പേടിയാവണ് ശരിക്കൊരു ഒറിജിനൽ, ഭയങ്കര ഒറിജിനാലിറ്റിയിലെ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ പരസ്യമാണ്. ഇത് ഇങ്ങനെ എടുക്കാനാ എന്റെ പൊന്നൊരാഗി. അത് ആദ്യം ക്യാമറ ഇല്ലാതെ നോക്ക്. അല്ല എനിക്ക് ഫ്രണ്ടല്ലേ എടുക്കേണ്ടത്, എന്നെ എടുക്കേണ്ടത്. നിന്നെ എടുക്കാൻ തിരിച്ചല്ലേ വെക്കണത്. ആദ്യം നീ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് എന്നിട്ടല്ലേ തിരിക്കേണ്ടത്. ലൈറ്റ് എടോ ഇപ്പൊ മതി. സുരേഷിന്റെ തട്ടുകട ഓപ്പൺ ആണ്. സുരേഷിന്റെ തട്ടുകട കുറച്ചു ദിവസം അടച്ചിട്ടേക്കണായിരുന്നു, പക്ഷെ ഇപ്പൊ ഓപ്പൺ ആയിട്ടുണ്ട്. സുരേഷിന്റെ തട്ടുകട ഓപ്പൺ ആണ്. പിന്നെ അപ്പൊ നല്ല തിരക്കായിട്ടുണ്ട്. അച്ഛൻ പറയണ്ട 2-3 ദിവസം അടച്ചിട്ടേക്കായിരുന്നു. ഇത് എവിടെയാണ് ഇത് ചേട്ടാ? അവിടെയല്ലേ? അല്ല വണ്ടി നമ്മുടെ വീടിന്റെ അവിടെ കൊണ്ടിട്ടിട്ട് നടന്നു വന്നാലാ? അല്ലാതെ എന്താ ഇവിടെ? നോക്കാണ്. അതിന്റെ മോളിലാണ്. ഓ എന്താണ് ആളുകൾ കുറവ് പോലെ ചേട്ടാ? ഇത് ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്, കാലിക്കറ്റ് ബേക്കേഴ്സിന്റെ 2ാമത്തെ ഔട്ട്ലെറ്റ്. ഇതാണ് സെന്റ് ഫ്രാൻസിസ് ചർച്ച്, ഞങ്ങളുടെ കത്രിക്കടവ് പള്ളി, കപ്പേള. ആണല്ലേ, ഇപ്പൊ മനസ്സിലായോ അച്ഛന്? അവിടെ സ്ഥലം ഉണ്ടായത് കേട്ടാ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. അയ്യോ എന്നെയും കൂടി കൂട്ടോ. ഞങ്ങള് ക്രോസ് ചെയ്യണേ. ഇവിടെ ഒരുപാട് കടയുണ്ട് കേട്ടാ, മലയുണ്ട് ഇവിടെ. നമ്മളൊരു പ്രാവശ്യം വന്നിട്ട് കഴിച്ചിട്ടുണ്ട്. അച്ഛന്റെ മൈക്കിന്റെ spicy skills are not good, and there are 30 type of flavors, 1 to 4 non-alcoholic flavors are medium, it and extreme. ഞാൻ ഓഫ് ചെയ്തതാ. ഇത് കറക്റ്റ് ആണോ ലൈറ്റിംഗ് എന്നാ ഞാൻ ചോദിക്കുന്നത്. ഹോട്ട് ഡോഗ് എന്ത്
എന്നാ എനിക്ക് ഹോട്ട് ഡോഗ് പറഞ്ഞോ. ബർഗർ വേണേ കഴിച്ചോ? ഞാനും ഇത് കഴിക്കാതെ കേട്ടോ. ആണോ? പിന്നെ എല്ലാം നല്ല റേറ്റാ. കാരണം ബീൻസും സ്ട്രിപ്പിന് 6 പീസിൽ നിന്ന് 325 രൂപ, 12 പീസിന് 500. ഞാൻ ഇത് പറയാം, എന്ത് ചീസി ഇറ്റാലിയൻ. അത് നിനക്ക് സാധാരണ മതിയായോ? ഇതുണ്ടല്ല ഹോട്ട് സോസ് കാരമൽ, ഇത് മതി എന്ന് തോന്നുന്നു ലച്ചുവിന്. ചീസ്, ഗാർലിക് ആൻഡ് ഹെർബ്സ്. ഞാൻ അതിന്റെ പൊക്കത്ത പറയാം, ക്രീമി ഓണിയൻ പറയാം. ഏത്? ഞാൻ ക്രീമി ഓണിയൻ. എനിക്കിത് മതി, ക്ലാസി മയോ മസ്റ്റാർഡ് ആൻഡ് കെച്ചപ്പ്. ബർഗർ വേണ്ടെന്ന് ഉറപ്പാണ് രാഗി? ബർഗർ വേണോ? ചെയ്തെല്ലാം കഴിച്ചോ ബർഗർ? ഞാൻ ഇപ്പഴും കഴിക്കണല്ലേ ബർഗർ. എനിക്ക് വേണ്ട, എനിക്കിപ്പോ വേണം. ഇതെന്താ? ഇതൊക്കെ എന്താ ഫ്ലേവേഴ്സാ ഇതിലിടാനായിട്ട്? ഇതിന്റെ സ്പൈസി ലെവലാണ്. അത് മനസ്സിലായി. ഇതെന്തായാലും ഇതെന്താ ബൈ 1 പ്ലേറ്റ് മീൻസ് ഗെറ്റ് 1 പ്ലേറ്റ് ഫ്രീ. ഇത് മേടിക്കണം, ഭയങ്കര വേണ്ട. എന്തെങ്കിലും പറയും, എനിക്ക് വിശക്കുന്നു. അന്ന് ഇവിടെ ചിലർ ചലഞ്ച് ചെയ്തത് അർജുൻ MP. പക്ഷെ അന്ന് ചെയ്തേണ്ട കിട്ടിയായിരുന്നു, ചെയ്തേണ്ട ചലഞ്ച്. ഇത് പറയണ്ട ഇതേട്ടാ. 6 പീസ് സ്ട്രിപ്സ്, അത് വേണ്ട, പൈസ ഗരം ഹോട്ട് ഡോഗ് മതി. അങ്ങനെ ഗൾസിൽ പോയി ചിക്കൻ കഴിച്ചാലോ അത് തോന്നിട്ട് പറയത് കേട്ടോ. അപ്പഴത്തേക്ക് നമുക്ക് പിന്നെ വേറെ വേണമെങ്കിൽ നോക്കാം. പറയൂ. ബിസ്കോഫ് BBQ. ഇത് കഴിക്കാൻ വന്നതല്ലേ? ഹോട്ട് ഡോഗ് എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മള് വന്നത്? ചിക്കൻ പക്ഷെ ചിക്കന്റെ റേറ്റ് കണ്ട. പക്ഷെ ഉണ്ടല്ലോ, ഞാൻ ചിക്കൻ വാങ്ങിക്കഴിഞ്ഞാൽ ഇവര് ഹോട്ട് ഡോഗും കഴിക്കാൻ എന്റെ ചിക്കനെ ഒരു കഴിക്കും അല്ലേ? അല്ലേ? സത്യം പറയടി, സത്യം പറയണോ? ഇഷ്ടപ്പെട്ട AC ഇല്ലേ? കുറവാ. പക്ഷെ ഇതൊക്കെ ഉണ്ട് അവിടെ, കൊറേ എഴുതി വെച്ചിട്ടുണ്ട് വാളിൽ. ചെയ്തിട്ടാണെങ്കിൽ നോക്കിയിട്ട് മതിയാവുന്നില്ല. ബർഗർ കാണുമ്പോ ആക്ച്വലി നല്ല ഭംഗി തോന്നുന്നുണ്ട്. ഈ ബർഗർ ഇങ്ങനെ ഇരിക്കണത് 50% ഓഫ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ എന്ന് വെച്ചാ ട്യൂസ്ഡേ ആണ് ചെയ്തേട്ടാ 1+1 വിങ്സ്. മനസ്സിലായ? ഇന്നല്ല, ഇന്ന് വെനസ്ഡേ ആണ്. ഇന്ന് KFC-യിലാണ് ഓഫർ. എന്താ നിന്റെ പേര് പറഞ്ഞല്ലേ? ഇനി ഫുഡ് ഓർഡർ ചെയ്തിട്ടില്ല, എന്നിട്ട് പറയാം. ഞങ്ങൾ എന്തായാലും ഹോട്ട് ഡോഗ്. ഇത് ചെറുതായിരിക്കും ഈ 139. ഞാൻ പറഞ്ഞ അതിന് പകരം നീ ചിക്കൻ സ്മാഷ് ബർഗർ 200 രൂപ. hot dog and cheese Italian hot dog. Can I get a contact number? 1 rupees 1 point earn ചെയ്യാം. അപ്പോ ഒരു 1500 രൂപ ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1500 പോയിന്റ് കിട്ടും. ഒരു നോൺ ആൽക്കഹോളിക് ഇത് കിട്ടും. മനസ്സിലായോ? അല്ലല്ലേ? ഇത് ഭയങ്കര കുറവ്. അങ്ങനെ കൂടി 10ാമത്തെ എത്തുമ്പോഴത്തേക്കും ഭയങ്കര പുകഞ്ഞ് നമ്മൾ അത്ര ഇരുവായിരിക്കും. ഗോസ്റ്റ് റൈഡർ ഇതാണ് അർജുൻ MP ചലഞ്ച് വെച്ചത്. ഒരാള് വിന്നർ ആയിട്ടുണ്ടായിരുന്നു ഇല്ലേ ചേട്ടാ? ഇതായിരുന്നു കേട്ടോ അവര് ചെയ്തത്. ഇതാണ് അതിന്റെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിലേ വന്നു കഴിഞ്ഞാൽ ഓഫേഴ്സ് ഉണ്ട്. നിക്കട്ടെ, ഒരു ഇരുട്ട് പോലെ ഇരിക്കണം, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഓഫേഴ്സ് ഉണ്ട്. ട്യൂസ്ഡേ ഞാൻ കണ്ടതാ. ട്യൂസ്ഡേ അല്ല, തേഴ്സ്ഡേ. അയ്യോ, വായിച്ചത് മാറിപ്പോയതാട്ടോ. ഞാൻ നേരത്തെ ട്യൂസ്ഡേ എന്നാണ് എഴുതിയേക്കണത്. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. എല്ലായിടത്തും പോകുമ്പോ സേതുവേട്ടനാണ് കൺഫ്യൂഷൻ ആവാറ്. ഇന്ന് ഞാനാണ് കൺഫ്യൂഷൻ ആയത്. സേതുവേട്ടൻ എന്നെ ബർഗർ കഴിക്കാനായിട്ട് പ്രേരിപ്പിച്ചു. ഞാൻ അതിന് മാറി. കാരണം എനിക്ക് മറ്റേ ബ്രോസ്റ്റഡിന്റെ ബർഗറേ ഇഷ്ടമുള്ളൂ.
ഞാൻ എപ്പോഴാണ് പറഞ്ഞത്? ഞാൻ എപ്പോ പറഞ്ഞു ഞാൻ ബർഗർ വേണോന്നാ? ഞാൻ ബർഗർ ഇഷ്ടമല്ലാത്ത ഞാൻ ഭയങ്കര. പക്ഷെ നമ്മള് സ്ട്രിപ്സ് കഴിക്കാനല്ല ഇവിടെ ഹോട്ട് ഡോഗ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ടല്ലേ ഇവിടെ വന്നത്. അതെ, അതിന് വേണ്ടി എടുക്കാനല്ലേ വന്നത്. അതല്ലേ ഞാൻ ഓർഡർ ചെയ്തത്. അതിൽ വെച്ച് കഴിച്ചിട്ടില്ലെന്നും പറഞ്ഞല്ലോ വന്നത്. ഞാനും സ്ട്രിപ്സ് കഴിക്കണമെന്നുണ്ടെങ്കിൽ വേറെ എത്ര സ്ട്രിപ്സ് കഴിക്കാൻ പോകാം. അതാ എനിക്കും പറയാനുള്ളത്. അല്ലെ, എരിവ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് എരിവ് കഴിക്കാം. നമുക്ക് ചാലഞ്ച് വെച്ചാൽ ഏറ്റവും 10ാമത്തെ ലെവൽ വരെ കഴിക്കാൻ പറ്റുമോ? അയ്യോ 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 അയ്യോ. എരിവ് കഴിച്ചു കഴിഞ്ഞാലേ ഇന്ന് ചിലപ്പോ കഴിക്കുമ്പോ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. എരിവ് കഷ്ടപ്പെട്ടു, നാളെ എനിക്ക് അതിന്റെ പ്രശ്നം. പക്ഷെ ഞാൻ ഭയങ്കര സ്പൈസി ഇഷ്ടപ്പെടുന്ന ആളല്ലേ. കുറെ നാളായി ഒരു സ്പൈസി ഞാൻ എന്ത് സ്പൈസി കഴിക്കണ ആളാ. എനിക്ക് ഒരിക്കലും സ്പൈസി കഴിക്കാൻ ഞാൻ കഴിക്കും ഈസി ആയിട്ട്. എനിക്ക് അവര് സെലക്ട് ചെയ്തേക്കണുണ്ട് 10ാമത്തെ. അപ്പൊ എന്നോട് എന്ത് ഇഷ്ടമുണ്ട് അവർക്ക് രണ്ടാൾക്കും. ഞാനൊരു 6-7 കഴിക്കും. വിശക്കണല്ലേ. ഇവിടുത്തെ ആംബിയൻ ഞാനൊന്ന് വീഡിയോ എണീറ്റിട്ടുണ്ട്. ഇതാണ് സ്പൈസ് മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ചീസി ഇറ്റാലിയൻ ഒരുപാട് പേര് ലാസ്റ്റ് ഇതാ ചുമള്ളു. ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് ഇരിക്കാനൊക്കെ. ക്രീം ഓണിയൻ അല്ലേ അച്ഛൻ്റെ അടി ഭംഗി. എനിക്ക് അങ്ങനെ തരുമോ? ഒരെണ്ണം എൻ്റെ എടുത്തോ. ആ പോർഷൻ തന്നെ എടുക്കണോ കേട്ടോ. അല്ല, ആ ചെറുത് അപ്പുറത്തെ ഇതല്ലേ ഇത്. ഇതാണ് ചെറുത്. ആണോ? ഇതല്ലേ ചെറുത്. ട്രൈ ചെയ്തോട്ടെ. നോക്കട്ടെ, അളവ് നോക്കട്ടെ. അവളെ എൻ്റെ അടുത്തുണ്ടോ നോക്കിയ കൂട്ടി വെച്ചേ. സൈസ് നോക്കട്ടെ. മോനെ നല്ലതാണ്. ഏതാ ഇഷ്ടപ്പെട്ടത്? നിനക്ക് അച്ഛൻ്റെ അടുത്ത് ഇരുന്നെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. പറയണോ എങ്ങനെയുണ്ട്? ഏതാ കഴിച്ചത് ഇപ്പൊ കഴിച്ചത്? ഇനി എന്റെ കഴിക്കേ ഞാൻ തന്നത്. എന്റെ അന്ന് എനിക്ക് എന്റെ തന്നെ മതിയായിരുന്നു. നിനക്കാ? നിങ്ങളുടെ മാറി കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കണം. എടുക്ക് ആദ്യം. ഞാൻ എന്താ കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ പേരെന്താ? പക്ഷെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ടേസ്റ്റ് ഇല്ലെന്നല്ല, ഇതിലൊരു ചെറിയ പുളിയും ചെറിയ എരിവും അങ്ങനെ തോന്നുന്നുണ്ട്. ഇത് ഉഗ്രൻ, നല്ല സ്മൂത്തി, സൂപ്പർ. അങ്ങനെയുണ്ട്. ആദ്യമായിട്ട് ഹോട്ട് ഡോഗ് കഴിച്ചപ്പോ അന്ന് ഹോട്ട് ഡോഗ് കഴിച്ചപ്പോ ചീസാണ് അമ്മയുടെ മൂക്ക്. അതാണല്ലേ. അവളുടെ 2 പ്ലേറ്റ് എടുക്കാം. കട്ടായ ചീസാണ്. സിനിമ തിയേറ്ററിൽ ഇരിക്കണല്ലേ, അപ്പൊ ഭയങ്കര ഇരുട്ടല്ലേ, അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് കാണിച്ചു നോന്ന്. ചെയ്തിട്ടൊന്നും പറയണില്ല. നോക്കിയണ്ട, ഇത് അടിപൊളി. കൊള്ളാം. മതിയായ നമ്മക്കെന്താ നമ്മ വെറുതെ ഓർമ്മല്ലേടാ.
നന്നായില്ലേ സേവർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തത്. എന്താ പയ്യുള്ള കഴിക്കണം. നല്ല നല്ല ബ്രെഡ്. കൊള്ളാല്ലേ? അപ്പൊ എല്ലാരും ഹോട്ട് ഡോഗ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരിട്ടാ. കലൂര് KK റോഡ്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ആണ്. ഇവിടെ പിന്നെ കുറെ വെറൈറ്റി സംഭവങ്ങളുണ്ട്, വിങ്സ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോ ഇന്നിപ്പോ അത് ട്രൈ ചെയ്യണില്ല കേട്ടാ. ഹോട്ട് ഡോഗ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. പിന്നെ സിനിമയ്ക്ക് പോകുമ്പോ മാത്രം കിട്ടുന്ന ഒരു സാധനമാണ്. ഞാൻ ഇത് കാണിക്കണേ, സിനിമയ്ക്ക് പോകുമ്പോ മാത്രം കിട്ടുന്ന ഒരു ഐറ്റം അല്ലേ ഇത്. നമ്മളെങ്ങനെ ഉണ്ടാക്കുക ചെയ്തിട്ട് ഇത് ഉണ്ടാക്കാന്ന് പറഞ്ഞ പോയിട്ടാ. ഇതിന് ഞാൻ ബേബി എടുക്കുന്ന സമയത്ത് ഞാൻ എടുത്തത് കഴിച്ചു തന്നില്ലേ, സോസേജ് എന്ന് കഴിച്ചാ തന്നെ. ഞാൻ പോയി ഇതില്ലേ മസ്റ്റർഡ് സോസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? എന്ത് ചോദിക്കണതാ? വേണോ? വേറെ എവിടെയെങ്കിലും പോവാം. കാരണം ഉണ്ടല്ലോ വയറുന്നു. ഞാൻ പറഞ്ഞത് ക്രീമി ഓണിയൻ, അത് ചെയ്തോട്ടം പറഞ്ഞത്. അതിന് 169 rupees ആണ്. എന്താണ് ഹൗസ് സോസ് വിത്ത് കാരമലൈസ്ഡ് ഓണിയൻ. നിങ്ങൾക്കാണ് കാരമലൈസ്ഡ് ഓണിയൻ വന്നത്. ഇതിന്റെ പൊക്കത്തായിരുന്നു ഓണിയൻ വെച്ചത്. പിന്നെ ചീസി ഇറ്റാലിനോ അത് 169 രൂപ, സെയിം റേറ്റ്. ചീസ് മയോ അപ്പൊ അതിന് 169. പിന്നെ ക്ലാസി മയോ മസ്റ്റാർഡ് കെച്ചപ്പ് അതിന് 139. പിന്നെ കാന്താരി കീമ അതിന് 180. ട്യൂസ്ഡേ വെനസ്ഡേ ഓക്കെ എന്നാ ഓഫർ ഉണ്ട്. എങ്ങനെയാണ് നിക്കണ്ടേ? വീടല്ലേട്ടാ. സാധാരണ ഉണ്ടാവാ. അയ്യോ താങ്ക് യു. ഇപ്പൊ ഞാൻ വീട്ടിൽ ചെന്ന് കഴിയാനായിരുന്നു. എന്റെ മൈക്ക് എന്ത് അടുത്ത ബാഗിലിട്ട് മൈക്ക് പറഞ്ഞു വെച്ചിട്ട് അറിയാൻ എന്റെ പോക്കറ്റിലിട്ട് ഇതുപോലെയൊക്കെ കാർഡ് കളഞ്ഞിട്ട് വരിക. ഓഫ് ചെയ്തിട്ടാണ് മൈക്ക് ഇട്ടേക്കണേ. ഇതാണ് കേട്ടോ നമ്മുടെ വിങ് കൾച്ചർ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതേ കണ്ട, അതിന്റെ തൊട്ടിപ്പുറത്ത് മലയുണ്ട്. പിന്നെ നമ്മള് പോവാണ് കേട്ടോ. നമ്മളിനി കാർ എടുത്തിട്ട് പോവും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടാ ഹോട്ട് ഡോഗ്. പിന്നെ നമ്മൾ ഒരെണ്ണമൊന്നും കഴിച്ചാൽ വയറെന്ന് പറയുന്നത് എനിക്ക് തോന്നണില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായി, നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. ഇനി ഞങ്ങൾ ഒരു ദിവസം അവിടെ വിങ്സ് കഴിക്കാനായിട്ട് പോകാൻ ഓർത്തിരിക്കണേ. അവിടെ വിങ്സാന്ന് തോന്നുന്നു കൂടുതൽ. നമ്മളെന്തായാലും സൂപ്പറായിട്ട് ഹോട്ട് ഡോഗ് ഒക്കെ കഴിച്ചു. ഇനി വേറെ എവിടെയും കണ്ട് പോണോന്ന് പറയണ്ടായി. നമുക്ക് അതൊന്ന് നോക്കാം. എന്നെ കിട്ടുമോ? വണ്ടി ഒന്ന് എടുത്തിട്ട് പറയാം. ചിയാങ്ങി പോവാണെങ്കിൽ ഇത്രയൊക്കെ തന്നെ ആവുള്ളൂ. ചെയ്തിട്ട് എന്താണ് ഹോട്ട് ഡോഗിനെ പറ്റി പിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു, പക്ഷെ നമ്മൾ ഒരെണ്ണം കഴിച്ച വയറിന് അറിയൂല. രണ്ടെണ്ണമൊക്കെ വാങ്ങി കഴിച്ചാ ഓക്കെയാണ് അല്ലേ? ലച്ചു എന്ത് പറയണ? ലച്ചു ഇത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മള് വേറെ ഡ്രിങ്ക് ഒന്നും കഴിച്ചില്ല. അല്ല ചെയ്തിട്ട് അത് ഡ്രിങ്ക് കഴിക്കണം. പിന്നെ എന്തെങ്കിലും വല്ല സ്ട്രിപ്സോ അങ്ങനെ കഴിച്ചാൽ ഓക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ ബഡ്ജറ്റ് ഇതായിരുന്നു അല്ലേ ചെയ്തു കേട്ടാ. പിന്നെ അവിടെ ബുധനും
ചൊവ്വയും വ്യാഴവും 50% ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം വന്നിട്ട് അവിടുത്തെ ബർഗർ കഴിക്കാം. അത് കഴിക്കാം. അത് കഴിക്കാം. പിന്നെ അവരുടെ 2 ലച്ചു ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം ലച്ചുവിന് ഹോട്ട്ഡോഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കും നല്ല ഇഷ്ടപ്പെട്ടു. എന്ത് ടേസ്റ്റാ, നല്ല അല്ല ചെയ്തേട്ടാ, അടിപൊളി, ഭയങ്കര ടേസ്റ്റാ. അപ്പൊ ആർക്കെങ്കിലും ഹോട്ട്ഡോഗ് കഴിക്കാനായിട്ട് കൊതിയാവുന്നുണ്ട്, അല്ലെങ്കിൽ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ, ഞങ്ങളെ പോലെ കഴിക്കാത്തവരുണ്ടെങ്കിലൊക്കെ ഇവിടെ വന്നിട്ട് കഴിച്ചോളൂ കേട്ടാ. മസ്റ്റ് ട്രൈ ആണ്, അടിപൊളിയാണ് കേട്ടാ. അപ്പൊ ഇനി നമ്മൾ എവിടെയും കൂടി ഒന്ന് പോവാണ്. അതും കൂടെ കഴിഞ്ഞിട്ട് വൈൻഡപ്പ് പറഞ്ഞാൽ മതിയാ. അപ്പൊ നോക്കട്ടെ, അറിയില്ല, ലക്ഷ്യമില്ലാതെ പോവാണ്. എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? ചായക്കപ്പലില്ലേ നമ്മുടെ വൈറൽ ബൺ മസ്ക, അവരുടെ ഷോപ്പ് ഇവിടെ എവിടെയോ ആണ്. ഒരു ദിവസം നമുക്ക് അവിടെ വരണം. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ. മറ്റൊരു അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നിസാരം ബൈരാഗി വരാം.